ഡോക്ടർ നിതീഷ് നാരായൺ, കെ വി സഹരിദാസ് പറയുന്നതും BJP നേതാക്കൾ പറയാൻ ശ്രമിക്കുന്നതും ഈ ഘട്ടത്തിൽ സൈന്യത്തോടൊപ്പം നിലയുറപ്പിക്കുക. കാരണം ഓപ്പറേഷൻ സിന്ദൂർ ഒരു പൂർണ്ണമായ സൈനിക നടപടിയായിട്ടില്ല. അത് പൂർണ്ണമായിട്ടില്ല. ഇപ്പോഴും നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളൊന്നും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. സൈനികമായി ഒരു വെടിനിർത്തൽ മാത്രമേ നിലവിൽ വന്നിട്ടുള്ളൂ. നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രതിപക്ഷ നീക്കം ശരിയാണോ ഡോക്ടർ നിതീഷ് നാരായൺ? ഈ ഘട്ടത്തിൽ മാത്രമല്ല, ഈ സംഘർഷം ആരംഭിച്ചത് മുതൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പരിപൂർണമായിട്ടും ഈ ഓപ്പറേഷന്റെ സമയത്ത് യാതൊരു തരത്തിലുള്ള അവസരവും ഇന്ത്യയിലെ പ്രതിപക്ഷം ഉയർത്തിയിട്ടില്ല. നേരത്തെ CP ജോൺ സംസാരിക്കുമ്പോൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴെന്താണ് പ്രശ്നം? ഇപ്പോഴുള്ള പ്രശ്നം വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞു. സമാധാനത്തിന്റെ ഒരു പാതയിലേക്ക് രാജ്യം കടന്നു കഴിഞ്ഞു. അതിന്റെ പ്രോസസ്സുകൾ നടക്കുന്നു. അപ്പോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തീർച്ചയായും അറിയേണ്ടതായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നേരത്തെ ചിലത് സൂചിപ്പിച്ചു. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ്, ഈ ഘട്ടത്തിൽ ആളുകൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, 26 ആളുകൾ കൊല്ലപ്പെട്ട ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ നടന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പലതരത്തിലുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ രാജ്യത്ത് ഉയർന്നിട്ടുണ്ട്. അതിനുള്ള മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. 2, ഈ ഭീകരവാദികൾ, അതായത് രാജ്യത്തിന്റെ അതിർത്തി കടന്ന് കിലോമീറ്ററുകളോളം വന്ന് പെഹൽഗാമിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പലപ്പോഴും ഈ പറയുന്നത് പോലെ വാഹനങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു പ്രദേശത്ത് വന്ന്, അതും ഓരോ 100 മീറ്ററിലും സൈന്യത്തെ വിന്യസിച്ചിരുന്ന ഒരു പ്രദേശത്ത് വന്ന് 26 ആളുകളെ, ഒരു നേപ്പാളിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് ഉൾപ്പെടെ 26 ആളുകളെ കൊന്ന ഭീകരർ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം, ആ അന്വേഷണം എവിടെ എത്തി എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ട്. ഇതൊന്നും ഉത്തരം കിട്ടാത്തതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്താണ് ഇതിൽ ട്രംപിന്റെയും അമേരിക്കയുടെയും താല്പര്യം? എന്താണ് ഇടപെടൽ എന്നുള്ളതാണ്. അപ്പൊ അതിന് മറുപടി പറഞ്ഞത് വിദേശകാര്യ മന്ത്രാലയത്തിലെ വക്താവ്, അദ്ദേഹം അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്, വിദേശകാര്യ സെക്രട്ടറിയുടെ ഒക്കെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഇതിന്റെ വിഷയം എന്താണ്? കാരണം ലോകത്ത് ഭീകരതക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയല്ല ഇന്ത്യയുടെ മാതൃക എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയ ധൈര്യം, ഇച്ഛാശക്തി ഇന്ത്യ കാണിക്കണ്ടേ? ലോകത്ത് ഭീകരതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അമേരിക്കയാണോ ഇടപെട്ടിട്ടുള്ളത്? എന്താ അമേരിക്കയുടെ സംഭാവന? 20 വർഷമാണ് താലിബാനെ തകർക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തിട്ടുള്ളത്. ആ അഫ്ഗാനിസ്ഥാൻ തകർന്നു. പക്ഷേ 20 വർഷത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ആ അഫ്ഗാനിസ്ഥാനെ താലിബാന് തന്നെ നൽകിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഭീകരതക്കെതിരായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞിട്ടല്ലേ ഇറാഖിലേക്ക് കടന്നു കയറിയിട്ടുള്ളത്? എന്തായിരുന്നു അതിന്റെ ഉൽപ്പന്നം? അവിടെ ISIS-നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലിബിയ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ തകർത്ത അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ലോകത്ത് ഭീകരതക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയല്ല ലോകത്തിന്റെ മാതൃക. അമേരിക്ക സർവനാശം മാത്രമാണ് ലോകത്ത് വിതച്ചിട്ടുള്ളത്. അതല്ല ഇന്ത്യയുടെ മാതൃക എന്ന് പറയാനുള്ള ഇച്ഛാശക്തി എന്തേ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം കാണിക്കുന്നില്ല? ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു ബാലൻസ് ഓഫ് പവർ സമവാക്യം ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഇന്ത്യക്ക് പരോക്ഷമായെങ്കിലും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക ഈ സാഹചര്യത്തിൽ നയതന്ത്രപരമായി പിണക്കുക സാധ്യമാണോ നിതീഷ്? അങ്ങനെയാണെങ്കിൽ ഇതേ ട്രംപാണ് 2018 മറ്റൊരു പ്രസ്താവന നടത്തിയത്. എന്തായിരുന്നു ആ പ്രസ്താവന? 15 വർഷത്തിനിടയിൽ $33 ബില്യൺ അമേരിക്ക പാകിസ്ഥാനിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതായത് ട്രംപിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഭരണകൂടങ്ങൾ ഉൾപ്പെടെയുള്ളവർ. 33 ബില്യൺ പാകിസ്ഥാനിൽ ചെലവഴിച്ചു. അതിന്റെ ഉൽപ്പന്നമായിട്ട് അവിടെ ടെററിസമാണ് ഉണ്ടായത്, അവിടെ നുണകളാണ് ഉണ്ടായത് എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇതേ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഈ പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി കജോ മുഹമ്മദ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്തില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? ശരിയാണ്, US-ന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ പിന്നെ ഈ രാജ്യത്തെ തന്നെ തകർക്കുന്ന നിലയിലേക്ക് വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇന്ത്യ ആ പ്രസ്താവനയെ തുറന്നിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനും എങ്ങനെയാണ് ഈ മേഖലയിൽ സംഘർഷം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ഇടപെട്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രസ്താവന നടത്താൻ പോലും ഇന്ത്യ തയ്യാറായില്ല. ആ രാജ്യമാണ്, ഏത് രാജ്യം? ഈ മേഖലകളിൽ സംഘർഷം ഉണ്ടാക്കാൻ, ഭീകരവാദികളെ ഉൽപ്പാദിപ്പിക്കാൻ, അതിനെ സ്പോൺസർ ചെയ്യാൻ, അതിനെ ഫിനാൻസ് ചെയ്യാൻ ഇടപെട്ട അമേരിക്കയാണ് ഇപ്പോ ഈ പറയുന്ന ലോകത്ത് ഇതിന്റെ ഞങ്ങളാണ് മധ്യസ്ഥ വഹിച്ചത് എന്നുള്ളൊരു വീമ്പ് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിന് മറുപടി നൽകുക എന്നുള്ളത്
ഇന്ത്യയുടെ ചരിത്രത്തോട് നമ്മൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തമല്ലേ? മറ്റൊരു വിഷയം അതോടെ കഴിഞ്ഞോ? ഇല്ല. മറ്റൊന്ന്, എന്താ ഇത്രയും നാളായിട്ട് ഈ സംഘർഷത്തിൽ ഇരകളായിട്ടുള്ള, ഇതിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, വീട് തകർക്കപ്പെട്ടില്ല എത്ര ആളുകളുണ്ട് അതിർത്തി ഗ്രാമങ്ങളിൽ? എന്തുകൊണ്ട് ഇന്ത്യൻ നേതൃത്വത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടി അവരെ സന്ദർശിക്കാൻ, ആ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ, നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക്, ഞങ്ങൾക്കറിയാം ശ്രീനഗറിൽ നിന്ന്, പഠാൻകോട്ടിൽ നിന്ന്, ഈ പറയുന്ന ചണ്ഡീഗഡിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് കേരളത്തിലേക്ക് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ അവരുടെ തുടർ വിദ്യാഭ്യാസം എന്താണെന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ അവർക്ക് വരേണ്ടി വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ എന്താ ഇടപെടാൻ വേണ്ടി പറ്റുന്നില്ല? ഈ ജനങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. തീർന്നിട്ടില്ല. ശരിയാണ്, നോർമൽസിയിലേക്ക് തിരിച്ചു വരുന്നതേ ഉള്ളൂ. നയതന്ത്ര സൂചിപ്പിച്ച ആദ്യത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയ്ക്ക് ഒരു രാഷ്ട്രീയ മറുപടി കൊടുക്കാനുള്ള കരുത്ത് ഈ സർക്കാർ കാണിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ നിതീഷ് നാരായൺ. Debate with Dr. Arun Kumar.